ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. എപ്പോഴും ഈ ജാതകം നോക്കാൻ വരുമ്പോൾ ചിലർ ഈ വസ്തു സംബന്ധമായിട്ടുള്ള കേസ്, പ്രശ്നങ്ങൾ, അടിപിടി, കുഴപ്പങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വസ്തു പ്രശ്നങ്ങള്, വസ്തുവുമായി ബന്ധപ്പെട്ട കേസുകള്, ഇതൊക്കെ ആർക്ക് വരും? ഇതെങ്ങനെ മനസ്സിലാക്കാം? വസ്തു എന്ന് പറയുമ്പോൾ 4-ാം ഭാവമായിട്ട് കണക്ട് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഞാൻ പ്രമാണമൊക്കെ ചൊല്ലി തൊട്ടു മുന്നത്തെ ക്ലാസ്സിൽ പോലും കുറെ കാര്യങ്ങൾ പറഞ്ഞു ആർക്ക് വീട് വെക്കാമെന്ന്. അപ്പൊ അതിൽ പറഞ്ഞു 4-ാം ഭാവവും ചൊവ്വയോ ശുക്രനോ വീടിന്റെ കാരകം ആയതുകൊണ്ട് ചൊവ്വ ശുക്രന്മാര് 4-ാം ഭാവത്തിന്റെ കേന്ദ്ര ത്രികോണങ്ങളിലോ 4-ാം ഭാവാധിപതിയുടെ കേന്ദ്ര ത്രികോണങ്ങളിലോ ഒക്കെ കണക്ട് ആയി കഴിഞ്ഞാൽ വീട് കിട്ടുമെന്ന് പറഞ്ഞു. 4-ാം ഭാവത്തിന്റെ കണക്ട് ആവുക എന്ന് പറഞ്ഞാൽ ലഗ്നം കണക്ട് ആവുക എന്നുള്ളത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ പറഞ്ഞത് 4-ാം ഭാവവുമായിട്ട് കേന്ദ്ര ത്രികോണ ബന്ധം ചൊവ്വയ്ക്കോ ശുക്രനോ വന്നാൽ വീടൊക്കെ വെക്കാന്ന് പറഞ്ഞു. ഇനി വീട് വെച്ചിട്ടും ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര തൊന്തരവ് എന്നൊക്കെയുള്ള കുഴപ്പങ്ങളും, അതും കേസോട് കേസ്, ബന്ധുക്കൾ കേസ് കൊടുത്തിരിക്കുന്നു, അതല്ലെങ്കിൽ ഡോക്യുമെന്റ്സിൽ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ആർക്ക് വരും? വളരെ സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റും. ബുധനോ രാഹുവോ സൂര്യനോ ഒക്കെ ഒരുമിച്ച് മറൈവ് സ്ഥാനങ്ങളായ 6, 8, 12 നിൽക്കണമെങ്കിൽ ഓർത്തോ, ഈ ജാതകർക്ക് സ്വത്ത് പ്രശ്നം, ഡോക്യുമെന്റ് പ്രശ്നം, അതായത് ആധാരത്തിൽ വരുന്ന ചില പിഴവുകൾ, പ്രശ്നങ്ങൾ ഒക്കെ വരാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബുധൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ആണ്, ബുധൻ എന്ന് പറഞ്ഞ ആധാരമാണ്. ആധാരം മാത്രമല്ല, കാലിനിലം എന്ന് പറയും, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന നിലം. നമ്മളൊരു വീട് വെക്കാനായിട്ട് ഒരു ഒഴിഞ്ഞ പറമ്പ് വാങ്ങിക്കുന്ന സമയത്ത് അത് ബുധനും, അതിൽ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് ഉള്ള അങ്ങനെയുള്ള ഒരു നിലം എന്ന് പറയുന്നത് ചൊവ്വയുമാണ്. അപ്പൊ നമ്മൾ ഈ പുരയിടം എന്നും പറഞ്ഞിട്ടും ഉണ്ട്, നിലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വസ്തു വാങ്ങുമ്പോൾ നിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുധനായിട്ടും പുരയിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൊവ്വയായിട്ടും എടുക്കണം. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ നിലമൊക്കെ വാങ്ങിയിട്ട് അതിൽ പ്രശ്നം വരികയാണെങ്കിൽ ബുധനെ കാരകനായിട്ട് എടുക്കണം. ആ ബുധന്റെ കൂടെ സൂര്യൻ ചേർന്ന് കഴിഞ്ഞാൽ 90% മൗഢ്യത്തിനുള്ള സാധ്യതയുണ്ട്. ഇനി മൗഢ്യം വന്നില്ലെങ്കിലും അസ്തമനത്തിനുള്ള സാധ്യതയെങ്കിലും ഉണ്ട്. അപ്പൊ ബുധൻ, സൂര്യൻ, രാഹു വന്നു കഴിഞ്ഞാൽ വക്രമാവും, റിവേഴ്സ് ആവും, പ്രശ്നങ്ങൾ കൊടുക്കും. രാഹുവിന്റെ കാരകത്വമാണ് പറ്റിക്കുക, മൂഞ്ചിക്കുക, മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ വക്ക് വെച്ചിട്ട് അവന് പണി കൊടുക്കുക, ഇതൊക്കെ രാഹുവിന്റെ കാരകത്വമാണ്. അപ്പൊ ബുധന്റെ കൂടെ രാഹുവും ബുധന്റെ കൂടെ സൂര്യനും ചേർന്ന് 6, 8, 12 നിൽക്കുകയാണെങ്കിൽ ഉറപ്പാണ് സ്വത്ത് പ്രശ്നം, എന്തെങ്കിലും കേസ്, വഴക്കൊക്കെ ഇതിൽ ഏതെങ്കിലും ഗ്രഹത്തിന്റെ അപഹാരകാലത്ത് ഉറപ്പായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ മുതൽ എണ്ണി നോക്കുക, 6-ാമത്തെ ഇടത്തിലോ 12-ാമത്തെ ഇടത്തിലോ 8-ാമത്തെ ഇടത്തിലോ സൂര്യനോ ബുധനോ രാഹുവോ ചേർന്നിരുന്ന ഉറപ്പായിട്ടും കേസ് വരും. പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ബുധനും രാഹുവും കൂടി ഇരുന്നാൽ കൂടിയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കാം. ഇന്നേക്ക് എത്ര ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.